ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിവിടെ കണ്ണൂർ എൻ്റെ നാട്ടിലാണുള്ളത്. നമുക്കിവിടെ ചെറിയൊരു ഫാമിലി റിയൂണിയൻ ഉണ്ടായിരുന്നു. അത് ആക്ച്വലി കഴിഞ്ഞു. ഡിസംബർ 22 നമ്മുടെ കുടുംബ സംഗമം. അപ്പം നമ്മൾ ബീച്ചിൽ പോയ സമയത്ത് ഞാൻ എന്തോ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞ സമയത്ത് അമ്മമ്മ ഉണ്ടായിരുന്നു ബാക്കിൽ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മമ്മ വാ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വെള്ളം തൊട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മേൻ്റെ കയ്യും പിടിച്ചിട്ട് കുറച്ച് ദൂരം അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മൾ തിരിച്ചു പോകാനോ. ആൻഡ് ലേറ്റർ ഷി വാസ് സെയിങ് ദാറ്റ് പണ്ട് ഒരു 10-15 years ബാക്ക് ആണെന്ന് തോന്നുന്നു, എൻ്റെ അനിയൻ അംഗൻവാടിയിൽ പഠിക്കുന്ന സമയത്ത് എന്തോ ഒരു ടൂറോ എന്തോ ഉണ്ടായിട്ട് അവർ ബീച്ചിൽ പോയിരുന്നു. പക്ഷെ ആ സമയത്ത് അമ്മമ്മക്ക് ഈ വെള്ളം തൊടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഐ മീൻ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ടൈം ഷീ ടച്ച്ഡ് ദ സീ വാട്ടർ. അപ്പം എനിക്കത് ഭയങ്കര സന്തോഷമായി. മൊത്തത്തിൽ അന്നത്തെ ഒരു ഡേ അടിപൊളിയായിരുന്നു. അപ്പം നാട്ടിൽ വന്നാൽ എനിക്ക് ഹെയർ കെയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വീട്ടിൽ തന്നെയുള്ള അലോവേറ ജെല്ലോ ചെമ്പരത്തി താളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വെച്ചിട്ട് ഒരു പാക്കൊക്കെ ആക്കി ഉപയോഗിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നാട്ടിൽ വന്നാലാണ് മെയിനായിട്ട് ഞാൻ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്തവണ വന്ന് ഞാൻ ചെമ്പരത്തി താളി ഉണ്ടാക്കുന്ന സമയത്താണ് അമ്മ പറഞ്ഞത്, അമ്മ കുറച്ചു കാലം മുന്നേ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് യൂസ് ചെയ്തപ്പോഴേക്കും മുടി കൊഴിച്ചിലൊക്കെ നല്ല മാറ്റമുണ്ട്, എന്നോട് കൂടി ഒന്ന് ഉപയോഗിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ അത് പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ തലയിൽ. അത് എന്തെങ്കിലും റിസൾട്ട് വരുവാണെങ്കിൽ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ. അത് ഒരു തേങ്ങാപ്പാലാണ്. അപ്പം അതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ സ്കാൽപ്പ് മൊത്തം അപ്ലൈ ചെയ്യുക, എന്നിട്ട് വാഷ് ചെയ്ത് കളയാം. അതൊരു 1 month ഉപയോഗിച്ചാലാണ് അതിൻ്റെ പ്രോപ്പർ റിസൾട്ട് കിട്ടുക. അപ്പം ഞാൻ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. സോ അതിന് മുന്നേ ഞാൻ എൻ്റെ പാക്കിങ് എങ്ങനെയാണ്, അതിൻ്റെ കാണാൻ എങ്ങനെയാണെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഒരു പാക്കേജിലാണ് ഈ ഒരു കോക്കനട്ട് മിൽക്ക് വരുന്നത്. സാധാരണ നമ്മുടെ തേങ്ങാപ്പാൽ തന്നെ അതിൻ്റെ അതേ കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഇതുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ തലയിൽ സ്കാൽപ്പിൽ മൊത്തം തേച്ച് പിടിപ്പിക്കുക. സാധാരണ നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് പോലെ തലയിൽ മൊത്തം നമ്മൾ തേച്ച് പിടിപ്പിക്കുക. ഇവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, കുളിക്കുന്ന സമയത്ത് ഹെയർ വാഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഷാംപൂ ഉപയോഗിക്കണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഫസ്റ്റ് ഡേ ചെമ്പരത്തി താളി വെച്ചിട്ടാണ് വാഷ് ചെയ്തത്. പക്ഷേ എനിക്ക് അത്ര കംഫർട്ടായില്ല. തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ ഒരു ഗ്രീസി ഫീൽ ഉണ്ടായിരുന്നു. സോ ഞാൻ നെക്സ്റ്റ് ടൈം ഓൺവേർഡ്സ് ഞാൻ ഷാംപൂ വെച്ചിട്ടാണ് വാഷ് ചെയ്ത് കളഞ്ഞത്. വിശന്ന് വലഞ്ഞു വരുമ്പോൾ കായക്കഞ്ഞി കരിയിട്ടില്ല ആയതു കേട്ടു കലമ്പിച്ചെന്ന ആയുധമുടനെ കാട്ടിലെറിഞ്ഞു ചുട്ടുതിളർക്കും വെള്ളമശേഷം കുട്ടികൾ തലയിൽ ഒഴിച്ചു. കിട്ടിയ പെണ്ണിനെ മടികൂടാതെ കെട്ടിയ പടികൊണ്ടൊന്നു കൊടുത്തു. ഉരുളികൾ കിണ്ടികളൊക്കെ ഉടച്ചു ചിരവകളെടുത്തു കിണറ്റിലെറിഞ്ഞു. തീയിലരിച്ചു. അരകല്ലെങ്ങു കിണറ്റിലെറിഞ്ഞു. അതുകൊണ്ടരിശം തീരാനവനെ പുരയുടെ ചുറ്റും വണ്ടി നടന്നു. ഇതാണ് 3ാം ക്ലാസ്സിലെ പാട്ട് അമ്മമ്മേൻ്റെ.
ആ നില കുറേ ഉണ്ട്. അത് ഞാൻ പിള്ളേർ പറ്റിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുമ്പോൾ പിള്ളേർ ഉറങ്ങാൻ ഇങ്ങനത്തെയല്ല ഞാൻ പാടിക്കൊടുക്കുക. കുറേ നേരം ബാബാവ് പാടും, പിന്നെ ഇത് പാടിക്കൊടുക്കും. ഇങ്ങനെ ഓരോന്ന് പിന്നീണ്ടേനോ പിന്നെ കൂട്ട് ഫല ഫല ബിന്ദി കൂട്ടിലേക്കു ചെന്നു പെട്ടു അതിനാ വലയിലയ്യോ പാട്ട് കുറേ ഉണ്ട്. അതിൽ 3ാം ക്ലാസ്സിൽ പാടമാടിയാണ്. വെള്ളം പോരാ വെള്ളം ഒഴിപ്പാൻ കള്ളന്മാരെ എങ്ങിക പോയി ചെമ്പു കളിഞ്ഞു 9 വേണം ചെമ്പു കിടാരം മുമ്പിൽ വരേണം വാഴക്കാരെ വാഴക്കായത് മതിയായില്ല. പിന്നെ മറന്നു വേണേ ഉപ്പേരിക്ക് നുറുക്കിയിടണം മാങ്ങാക്കാടി ചമയ്ക്കണമെങ്കിൽ തേങ്ങ അരച്ചത് മതിയായി. വെള്ളം പോരാ വെള്ളം ഒഴിപ്പാൻ കള്ളന്മാരെ എങ്ങിക പോയി ചെമ്പു കളിഞ്ഞു 9 വേണം ചെമ്പ് കിടാരം മുമ്പിൽ വരേണം. അപ്പോൾ വൈകുന്നേരം ആയ സമയത്ത് ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് പോവാണ്. ഞാൻ ആക്ച്വലി ആ അമ്പലത്തിൽ പോയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ ഇത്തവണ വന്നപ്പോൾ ഞാൻ ആഗ്രഹിച്ചു പോയതാണ് അങ്ങോട്ടേക്ക്.